ഇത്താസ് കുക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു അവിയലിൻ്റെയും പിന്നെ ബീൻസും ക്യാരറ്റും തോരനും തയ്യാറാക്കുന്നത് കാണാം. അപ്പോൾ എനിക്കിന്നൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ട്. വെജിറ്റബിളും ഉണ്ട്, നോൺ വെജും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെജിറ്റബിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബീൻസ് തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ കടുക് ഇട്ടു. എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇടാറുണ്ട്, അത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇത് ഉഴുന്നും പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഉഴുന്നും പരിപ്പൊക്കെ ഇട്ട്. ബീൻസും ക്യാരറ്റും തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നും പരിപ്പ് ഇട്ടു. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും, ഇതിൽ കറിവേപ്പില ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മേത്തിക്ക് പൊട്ടിത്തെറിക്കേണ്ട വെച്ചിട്ട് ഈ വെജിറ്റബിളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഇട്ടു. ബീൻസും ക്യാരറ്റൊക്കെ ഇതിലേക്ക് ഇട്ടു. ഉപ്പൊന്ന് ഞാൻ കൈ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരു കൈ അളവിൽ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്നെ ഇടുന്നുള്ളൂ. 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ മൂടി വയ്ക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും തോരൻ റെഡി. അങ്ങനെ തോരനും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ കിടന്നൊന്ന് വേവട്ടെ. ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്ക് ഇളക്കി തന്നിട്ട് കൊടുക്കണേ. നമ്മൾ വെള്ളമൊന്നും തളിക്കുന്നില്ലല്ലോ, അപ്പോൾ അത് അടിയിൽ പിടിച്ചാലോ ഉണ്ടാവും. പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിയലും തോരനൊക്കെ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.